ഇന്ന് നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസിന്റെ സെഗ്മെന്റിലേക്ക് ഒരു 1 man ഷോയുമായിട്ട് എത്തുന്നു റോജിൻ തോമസ്. നമസ്കാരം. ഈ അടുത്ത കാലത്തായിട്ട് പരിചയപ്പെടുന്ന ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളുടെയും പേരിന്റെ കൂടെ അവരുടെ സ്ഥലപ്പേരാണ് കേൾക്കാറുള്ളത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സ്ഥലപ്പേരല്ലേ, അച്ഛൻ്റെ പേരാണ്. അത് മനസ്സിലായി. അപ്പോൾ അതിനകത്തൊരു വ്യത്യാസം കണ്ടു. അപ്പോൾ എവിടെയാണ് സ്ഥലം ശരിക്കും? എൻ്റെ സ്ഥലം കിഴക്കേക്കല്ലടയാണ്, കൊല്ലം ജില്ലയിലെ കല്ലട ചിറ്റുമല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ. അപ്പോൾ എന്ത് പെർഫോമൻസ് ആണ് ഇന്ന് നമുക്ക് വേണ്ടി ചെയ്യാം? സിനിമാ താരങ്ങളുടെ ശബ്ദത്തിൽ തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം സുരേഷ് ഗോപി ചേട്ടൻ്റെ ഒരു നാച്ചുറൽ വോയിസ്. പുള്ളി സാധാരണ സിനിമയിൽ പറയുന്ന തട്ടുപൊളിപ്പൻ ഡയലോഗിൽ നിന്ന് വ്യത്യസ്തമാണ് പ്രോഗ്രാമിൽ വരുമ്പോൾ. നോക്കാം. എനിക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന ഹാസ്യ പ്രതിഭകൾ ഇങ്ങനെ ചാനൽ റിയാലിറ്റി ഷോകളിൽ നിന്ന് അടവച്ച് വർഷാവർഷം വിരിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഔട്ടായി പോകുമെന്നുള്ള പേടിയിലാണ്. കൊടീശ്വരൻ പോലെയുള്ള പ്രോഗ്രാമുകളിൽ ഞാൻ വന്ന് നിങ്ങളോട് റിയാലിറ്റി ഷോകളിൽ ചോദിച്ചിരുന്ന ചോദ്യം എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കോമഡി മസാലയുടെ പ്രേക്ഷകരോടും ഞാൻ ചോദിക്കുകയാണ്. MD വാസുദേവൻ നായരുടെ 4 കെട്ട് എഴുതിയത് ആരാണ്? ആലോചിച്ച് ചിന്തിച്ച് ഉത്തരം പറയണം. ദാ പോയി ദേ വന്നു. ഇനി നമുക്ക് ഏറെ ഇഷ്ടമുള്ള ദിലീപേട്ടൻ. എനിക്കറിയാം, കൊച്ചിൻ കലാഭവന്റെ മിമിക്രി വേദിയിൽ നിന്ന് മലയാള സിനിമയിൽ ഞാനെത്തി. നിങ്ങൾ എന്നെ വളർത്തി വലുതാക്കി പ്രോത്സാഹിപ്പിച്ചതുപോലെ ഈ ഫ്ലോറിലും ധാരാളം പുതിയതും പഴയതുമായ കലാകാരന്മാർ വരും. അവരുടെയൊക്കെ പെർഫോമൻസിന് നല്ല കൈയടിയും. ഇങ്ങനെ പോരാ, തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് പോലെ അവിടെ പൊട്ടട്ടെ. ഇനി ജഗദീഷ് ചേട്ടനും ഇതുപോലെ റിയാലിറ്റി ഷോകളുടെ ആങ്കറായിട്ട് വരുമ്പോൾ ചെയ്യുന്ന ഒരു ശബ്ദം. ഹാസ്യ രംഗത്തെ നവപ്രതിഭകളെ വെള്ളത്തിലൂടെ മായിക ലോകത്ത് എത്തിക്കുന്ന കോമഡി മസാലയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ആദ്യമായിട്ടൊരു പാട്ടിട്ട് അശ്വതി വന്നു, ആൾക്കാരെ ക്ഷണിച്ചു. അതിനുശേഷം ഉല്ലാസ് പന്തളത്തിന്റെ പെർഫോമൻസ്, പിന്നെ ഹരിശ്രീ മാറ്റിന്റെ കമന്റ്, അതുകൂടാതെ ബിനു അടിമാലി, പിന്നെ പോരാഞ്ഞിട്ട് നെൽസൺ ചൂരനാട്. എല്ലാവരും കൂടി കോമഡി ഇങ്ങനെ വാരി വിതറുമ്പോൾ ഈ ഷോ അടിപൊളിയാകും. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു സജഷൻ, അതിന്റെ എൻ്റെ പഞ്ചിൽ അശ്വതിയുടെ ഒരു ഹിന്ദി പാട്ട് കൂടിയാവണം. അടുത്തത് സിദ്ദിഖ് സാർ. എനിക്കറിയാം, ഞങ്ങളുടെ തന്നെ സിനിമകളിൽ ധാരാളമായ കോമഡികൾ ചെയ്യുവാൻ ധാരാളം മിമിക്രി ആർട്ടിസ്റ്റുകൾ കടന്നു വരികയുണ്ടായി. ഈ കോമഡി മസാലയുടെ ഫ്ലോറിൽ നിന്നും നല്ല നല്ല ഹാസ്യപ്രതിഭകൾ മലയാള സിനിമയിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് രാഷ്ട്രീയക്കാരുടെ ശബ്ദം. ഉമ്മൻചാണ്ടി സാർ. എനിക്ക് വളരെ വ്യക്തമായും ശക്തമായും പറയാനുള്ളത്, നല്ല നല്ല മിമിക്രി ആർട്ടിസ്റ്റുകൾ, അനുകരണ കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരണം. ഓരോ രംഗത്ത് നിൽക്കുന്നവർക്കും വ്യത്യസ്തമായ ശൈലിയുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഒരു ശബ്ദ ശൈലി, ഒരു പ്രസംഗ ശൈലിയുണ്ട്. അതുപോലെ തന്നെ വാർത്ത വായിക്കുന്നവർക്ക്, സിനിമയിൽ അഭിനയിക്കുന്നവർക്ക്, നാടകക്കാർക്ക് അങ്ങനെ ശൈലിയുണ്ട്. ഇവിടെ നമുക്ക് ലേലം എന്ന സിനിമയിൽ സോമൻ ചേട്ടൻ പറഞ്ഞ ഡയലോഗുണ്ട്. നേരെ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കുടുത്തി പോയിട്ടില്ല, അങ്ങനെ തുടങ്ങുന്ന ഡയലോഗ്. അതെ, ഞാൻ സോമൻ സൗണ്ട് അനുകരിക്കുകയല്ല, ആ ശബ്ദം, ആ ഡയലോഗ് ഒരുപക്ഷെ ഒരു ചാനലിൽ വാർത്ത വായിക്കുന്ന ഒരു അവതാരകനാണ് പറയുന്നതെങ്കിൽ നമുക്ക് നോക്കാം. നമസ്കാരം, നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കുടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുന്നിൽ വെച്ച് അമ്മച്ചിയുടെ കൈകളിലേക്ക് കടന്നു പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് തുണ്ടമാക്കി അപ്പൻ കഴിവരത്തിലേക്ക് പോയ കഥ. ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും റേഞ്ചർ സാഹിബ് നമ്മളോട് ചേരുന്നു. ഹലോ റേഞ്ചർ സാഹിബ്, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ലൈനിൽ തടസ്സം നേരിട്ടിരിക്കുന്നു. റേഞ്ചർ സാഹിബുമായി പിന്നീടെത്താം. ശൈലിയായിരിക്കും. ഇതിൽ വ്യത്യസ്തമാണ് നാടകത്തിലെ കലാകാരന്മാർ. നാടകം തന്നെ പ്രൊഫഷണൽ നാടകമുണ്ട്, അമച്ചറൽ നാടകമുണ്ട്. ഈ അമച്ചറൽ നാടക രംഗത്ത് സിംബോളിക് നാടകം, തെരുവ് നാടകം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. തെരുവ് നാടകത്തിലെ ഒരു നടനാണ് ഇത് പെർഫോം ചെയ്യുന്നത്. നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കുടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. അമ്മച്ചിയുടെ കൈകളിൽ പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കി അപ്പം കഴുമരത്തിലേക്ക് പോകുമ്പോ എനിക്ക് 9 വയസ്സ്. അതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ പ്രൊഫഷണൽ നാടകം, ഉത്സവപ്പറമ്പിലെ പ്രൊഫഷണൽ നാടകം. അതിലൊരു നടനാണ് ഇത് പറഞ്ഞെങ്കിൽ നോക്കാം. നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കുടത്തിൽ പോയിട്ടില്ല.
മരമട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുന്നിൽ വെച്ച് അമ്മച്ചിയുടെ കയ്യിൽ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് രണ്ടു കൊണ്ടമാക്കി അപ്പൻ കഴിവറത്തെ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ശരിക്കും നമ്മളുടെ ഡബ്ബിംഗ് സീരിയലുകൾ, പുരാണ ഡബ്ബിംഗ് സീരിയലുകൾ മൊഴിമാറ്റം നടത്തി എത്തുന്ന സീരിയൽ. അതിലൊരു കഥാപാത്രമാണ് ഇത് പറയുന്നെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ. നേരാ തിരുമേനി പോയിട്ടില്ല ഈ പച്ചൻ പള്ളിക്കുട്ടി. മാറമട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കൺമുന്നിൽ വെച്ച് കയറി പിടിച്ചു അമ്മച്ചിയുടെ കയ്യിൽ. ഇങ്ങനെ പോകും. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ട്രൈ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു അല്ലേ? ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു സംഭവം. ഭയങ്കര രസമായിട്ടുള്ള ട്രൈ ആയിരുന്നു. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞോ? കഴിഞ്ഞു. വെരി ഗുഡ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് പറയുന്നു ഉല്ലാസ് ചേട്ടാ? എന്ത് പറയാനാ, സൂപ്പർ. അതെ, സൂപ്പർ ഡ്യൂപ്പർ. അല്ല, റോജിനെയൊക്കെ നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ റോജിൻ്റെ പെർഫോമൻസ് പക്ഷേ ഇന്ന് തകർത്ത് കളഞ്ഞു കേട്ടോ. ഈ റോജിന് ഇപ്പോഴാണ് ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. റോജൻ ചെയ്യുന്നത് ഇപ്പൊ നാടകത്തിന്റെ നേരെ തിരുമേനി അമച്വർ നാടകവും പ്രൊഫഷണൽ നാടകവും ബിഗ് സല്യൂട്ട്. താങ്ക് യു, താങ്ക് യു. മാറ്റി ചേട്ടാ. ഹലോ റോജിന്, നമസ്കാരം. കുറച്ച് ഗ്യാപ്പായി നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. അതെ, അതെ. എന്ന് പറയുകയും ചെയ്ത് ഒത്തിരി സംസാരിക്കുകയും ചെയ്ത് അതെ, നല്ല വിദ്യവട്ടായിരുന്നു. താങ്ക് യു ഏട്ടാ. നമ്മുടെ പിള്ളേർ പറഞ്ഞ ഒരു അടാറ് തന്നെയായിരുന്നു, അടാറ്. വളരെ വളരെ മനോഹരമായിരുന്നു റോജിൻ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. അപ്പൊ ഇനി ഒരുപാട് വേദികൾ കീഴടക്കാൻ കഴിയട്ടെ. തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും വരിക.